സോ നമ്മൾ ലോറൻറ്റ് സീരീസ് എക്സ്പാൻഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 1/z-1 സ്ക്വയർ ഇൻറ്റു z-3 ഈസ് ഇൻ എ ലോറൻറ്റ് സീരീസ്. രണ്ടിടത്ത് കാണിക്കണം. എ എന്നും ബി എന്നും പറഞ്ഞ് രണ്ട് റീജിയൻ ഉണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന റീജിയൻ 0 <(mod z-1) <(2) ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 1/z-1 സ്ക്വയർ ഇൻറ്റു z-3 ആണ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും? നമുക്ക് z-1 ഉള്ളതുകൊണ്ട് 1 നമ്മുടെ റീജിയനിൽ z-1 ഉള്ളതുകൊണ്ട് z-1 സ്ക്വയർ അവിടെ ഇട്ടു ഇൻറ്റു 1/z-3 മാറ്റി എഴുതണം അല്ലേ. അപ്പോൾ z-3 എനിക്ക് എങ്ങനെ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ z-1 ഓക്കെ, z-1 -2 എന്ന് എഴുതാം. z-1 -2 എന്ന് എഴുതാം, കുഴപ്പമില്ലല്ലോ. ഇനി നമുക്കിവിടെ ഉണ്ട് മോഡ് z-1 <(2) ആണെന്നുണ്ട്. മോഡ് z-1 <(2) ആണെന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ഫോമിലാക്കണം? 1/1 സംതിങ്ങിൻ്റെ ഫോമിലാക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? 1/1 സംതിങ്ങിൻ്റെ ഫോമിലാക്കണം. അപ്പം ഞാൻ ഇവിടെ നിന്ന് ആലോചിക്കാൻ പോകുന്ന ഐഡിയ എന്ന് പറയുന്നത് മോഡ് z-1 /2 എന്ന് പറയുന്നത് <(1) ആണ്. ഓക്കെ, അപ്പോൾ ഈ /2 1/1 ഈ പയ്യനെ ഇട്ട് കഴിഞ്ഞാൽ, ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ സീരീസ് എക്സ്പാൻഷൻ ഉപയോഗിക്കാൻ പറ്റും. സോ ഇവിടെ /2 മാത്രം കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കിയടാ, ഓൾറെഡി നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് 1/z-1 സ്ക്വയർ ഇൻറ്റു 1/z-1 -2 ആണ് അല്ലേ. അപ്പോൾ ഞാൻ അതിൽ എനിക്ക് z-1 /2 ആണ് കിട്ടേണ്ടത്. സോ 1/z-1 സ്ക്വയർ, ഇതിൽ നിന്ന് ഞാനൊരു മൈനസ് കോമൺ എടുക്കുന്നു. അപ്പോൾ -1/2 z-1 എന്ന് വരുമല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/z-1 സ്ക്വയർ. ഇനി മൈനസ് 1/2 കോമൺ എടുക്കുക. 2 കോമൺ എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1 - z-1 /2. കണ്ടോ, നമ്മളുടെ ഫോമായി നോക്കിയാൽ നമുക്ക് എന്ത് ഫോമായിരുന്നു വേണ്ടത്? z-1 /2 ആണ് നമുക്ക് കിട്ടേണ്ടത്. 1 - z-1 /2. സോ ഇനി നമുക്ക് ലോറൻറ്റ് സീരീസ് എക്സ്പാൻഷൻ എത്തിക്കാൻ പറ്റും. സോ 1/ ഈ 2ഉം മൈനസും ഇവിടെ ചേർക്കാം. അപ്പോൾ -1/2 ഇൻറ്റു z-1 സ്ക്വയർ ഇൻറ്റു ഇവിടെ നമുക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/1 - z എക്സ്പാൻഷൻ്റെ ഫോമിലാണ്. 1/1 - z ആണെങ്കിൽ 1 + z + z² + z³ എക്സെട്ര. അപ്പോൾ ഇവിടെ നമുക്ക് 1 + z സ്ഥാനത്ത് z-1/2 ആണ്. സോ z-1/2 ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ സ്ക്വയർ കൊടുക്കാം. അല്ല, ആദ്യമേ z മാത്രമാണ്. സോ z-1/2 പ്ലസ് z-1 സ്ക്വയർ /2 സ്ക്വയർ 4 ആണ്, പക്ഷേ 2 സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് z-1 ക്യൂബ് /2³ പ്ലസ് എക്സെട്ര. ക്ലിയർ. ഇനി ഞാനിവിടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1/2 ഇൻറ്റു 1, സോ ആ ടേം തന്നെ വരും. -1/2 ഇൻറ്റു z-1 സ്ക്വയർ. ഇനി ഈ 2ഉം ഈ 2ഉം കൂടി 2 സ്ക്വയർ ആയി. സോ പ്ലസ് z-1ഉം z-1 സ്ക്വയറൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ താഴെ ഒരു z-1 വരും. പ്ലസ് അല്ല, മൈനസ് തന്നെയാണ് വരുന്നത്. -1/2 സ്ക്വയർ ഇൻറ്റു z-1. ഇനി അടുത്ത വീണ്ടും മൈനസ്, ഇവിടെ സ്ക്വയറും സ്ക്വയറൂടെ ക്യാൻസലായി പോവും. -1/2 ഇൻറ്റു 2 സ്ക്വയർ, അപ്പോൾ നമുക്ക് 2 ക്യൂബ് എന്ന് കിട്ടും. മൈനസ് ഇവിടെ ക്യൂബും സ്ക്വയറൂടെ ക്യാൻസലായി പോയിട്ട് മുകളിലൊരു z-1 വരും. /2⁴ വരും. ഓക്കെ, അപ്പോൾ -z-1 സ്ക്വയർ ആയിരിക്കും അടുത്ത വരുന്നത്. z-1 സ്ക്വയർ /2⁵ മൈനസ് എക്സെട്ര. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ അവിടുത്തെ ആൻസർ വരുന്നത്. സോ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും നമ്മളുടെ ആ ഒരു ഫോർമാറ്റിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്കിവിടെ സ്ക്വയറൊക്കെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 2 സ്ക്വയറിന് 4, 2 ക്യൂബിന് 8, 2⁴ 16 എന്നൊക്കെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0 mod z-3 2 ആണ്. സോ 0 mod z-3 2 ആണ്. അപ്പോൾ നമുക്കറിയാം മോഡ് z-3 കണ്ടതുകൊണ്ട് നമ്മുടെ സീരീസ് z-3യുടെ പവറുകളായിട്ടായിരിക്കും വരേണ്ടത്. സോ നമ്മളുടെ ഫംഗ്ഷൻ വാല്യൂ ഓർമ്മയുണ്ടോ? എഫ് ഓഫ് z എന്ന് പറയുന്നത് 1/z-1 സ്ക്വയർ ഇൻറ്റു z-3 ആണ്. സോ 1/z-1 സ്ക്വയർ ഇൻറ്റു z-3 ആണ്. സോ z-3 വേണ്ടതുകൊണ്ട് ഞാൻ 1/z-3 അങ്ങോട്ട് മാറ്റി എഴുതി. ഇൻറ്റു 1/ ഇവിടെ സ്ക്വയർ ഒക്കെ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ z-3 വരണമല്ലോ എനിക്ക്. z-3 എന്ത് ചെയ്താലാണ് എനിക്ക് z-1 കിട്ടുന്നത്? 1/z-3 +2 ചെയ്യുമ്പോഴാണ്. z-3 +2 അതിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. ക്ലിയർ അല്ലേ?
സോ അപ്പോൾ നമുക്ക് പുതിയൊരു ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. അഗെയിൻ നമുക്ക് മോഡ് അത് ലെസ് ദാൻ 1 തന്നെയാണ് വേണ്ടത്. അപ്പോൾ 1/z-3 + 2 ഇതിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതിൻ്റെ മൊത്തത്തിൽ സ്ക്വയർ എഴുതാം, കാരണം 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണല്ലോ. ഇവൻ്റെ താഴത്തിൻ്റെ സ്ക്വയർ മാത്രം മതി, ഞാൻ സ്ക്വയർ മൊത്തത്തിലായിട്ട് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യമേ നിങ്ങൾ അതിൻ്റെ ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചോ. ഇവിടെ നമുക്ക് ഇങ്ങനെ സ്ക്വയർ ആയാലും മതി കേട്ടോ. 1/z-3 + 2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മളുടെ ഫോർമുല എന്ന് പറയുന്നത് 1/1 - z സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 + 2z + 3z സ്ക്വയർ പ്ലസ് 4z³ പ്ലസ് 5z⁴ പ്ലസ് എക്സെട്ര. ഇതാണ് നമ്മളുടെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫോർമുലയിൽ അഗെയിൻ നമ്മളുടെ ഈ ഫോർമുല വാലിഡ് ആവണമെങ്കിൽ മോഡ് z ലെസ് ദാൻ 1 ആയിരിക്കണം. അപ്പോൾ ആ ഫോർമുലയിലോട്ട് കൊണ്ടുവരുമ്പോൾ നോക്കിയടാ, f(z) ഈസ് ഈക്വൽ ടു 1/z-3 ഇൻറ്റു നമുക്ക് ഓൾറെഡി ഉണ്ട് മോഡ് z-3 ലെസ് ദാൻ 2 ആണ്. നോക്കിയടാ, മോഡ് z-3 ലെസ് ദാൻ 2 ആണ്. അപ്പുറത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡ് z-3 ഡിവൈഡഡ് ബൈ 2 ലെസ് ദാൻ 1 എന്ന് വരും. ക്ലിയർ ആണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് 1/mod z-3/2 ഫോമിലോട്ട് എത്തിക്കണം. ഓക്കെ, ഇൻറ്റു നോക്കിയടാ 1 ഡിവൈഡഡ് ബൈ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 കോമൺ എടുക്കാം. ഓക്കെ, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് എനിക്ക് തിരിച്ചിട്ടാണെന്ന് നിൽക്കേണ്ട, 2 കോമൺ എടുക്കാം. 2 കോമൺ എടുക്കുമ്പോൾ എനിക്ക് എന്ത് വരും, ഇവിടെ ഈ 2ൻ്റെ ടേമിന് ഞാൻ ആദ്യം എഴുതിയേ, 2 പോയി കഴിഞ്ഞാൽ അവിടെ 1 വരും. പ്ലസ് ആയതുകൊണ്ട് ഓർഡർ കുഴപ്പമില്ലല്ലോ, വേണമെങ്കിൽ ഇവനെ എടുത്ത് ആദ്യം എഴുതാമല്ലോ. ഇനി z-3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ, ഇവിടെ മൊത്തത്തിലല്ലേ സ്ക്വയർ കൊടുക്കേണ്ടത്, അപ്പോൾ 2ൻ്റെ സ്ക്വയർ ആയിട്ട് പുറത്ത് വരും. സോ 4 ഇൻറ്റു z-3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് z-3 ഡിവൈഡഡ് ബൈ 2 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ 1/1 - z സ്ക്വയർ ആണ് എഴുതിയിരിക്കുന്നത്. പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും ആയിരിക്കും വരുന്നത്. സോ അപ്പോൾ എന്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു z-3 ഇൻറ്റു എന്ത് വരുവാടാ, 1 മൈനസ് ആണ് ആദ്യം വരുന്നത്, 1 മൈനസ് 2 ഇൻറ്റു z-3 ഡിവൈഡഡ് ബൈ 2 അല്ലേ. ഞാൻ 2 ഇൻറ്റു തന്നെ എഴുതുവാണ്. 2 ഇൻറ്റു z-3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 ഇൻറ്റു z-3യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയർ. ഇനി -4 ഇൻറ്റു z-3യുടെ ക്യൂബ് ഡിവൈഡഡ് ബൈ 2ൻ്റെ ക്യൂബ്. ഓക്കെ, പ്ലസ് എക്സെട്ര. ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് ഇങ്ങനെയായിരിക്കും. f(z) ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു z-3 മൈനസ് 1/4 പ്ലസ് 3/16 ഇൻറ്റു z-3 മൈനസ് 1/8 ഇൻറ്റു z-3 ദ ഹോൾ സ്ക്വയർ എക്സെട്ര. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസറിലോട്ടായിരിക്കും എത്താൻ പറ്റുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ അതേ പാറ്റേൺ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ചെറിയൊരു മാറ്റമാണ് ഇവിടെ വരുന്നത്. ഇവിടെ മുകളിലൊരു ഫ്രാക്ഷൻ വന്നു, അപ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത്. എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതിന് നമ്മൾ ചെയ്യാൻ പോണത്, ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യും. അതാണ് ഇവിടുത്തെ പണി. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, +2 പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. നോക്കിയാടാ, f(z) ഈസ് ഈക്വൽ ടു 8z + 1 ഡിവൈഡഡ് ബൈ z ഇൻറ്റു 1 - z. പാർഷ്യൽ ഫ്രാക്ഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇതിനെ നമ്മൾ a ഡിവൈഡഡ് ബൈ z പ്ലസ് b ഡിവൈഡഡ് ബൈ 1 - z എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ എയും ബിയും കണ്ടുപിടിക്കും. സോ നമ്മൾ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കി കൊടുക്കും. അപ്പോൾ 8z + 1 ഈസ് ഈക്വൽ ടു ഈ ഡിനോമിനേറ്റർ തന്നെ ഇവിടെയും കൊണ്ടുവരും. അപ്പോൾ a/z ഉണ്ട്, ഇവിടെ ഈ ഡിനോമിനേറ്റർ വരാൻ മുകളിലും താഴെയും 1 - z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് b/1 - z ഉണ്ട്, ഈ ഡിനോമിനേറ്റർ കിട്ടാൻ മുകളിലും താഴെയും z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാം സെയിം ഡിനോമിനേറ്റർ ആയി അവർ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയും. സോ 8z + 1 ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1 - z പ്ലസ് bz എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യും അല്ലേ. നമ്മൾ ആദ്യമേ ചെയ്യും ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യാം. ആദ്യമേ ഞാൻ ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസ് ചെയ്യുന്നു. കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ z ഇല്ലാത്ത ടേമാണ് കോൺസ്റ്റൻറ്റ്, സോ 1 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ z ഇല്ലാത്ത ടേം എന്ന് പറയുമ്പോൾ a ഇൻറ്റു 1 a അത് മാത്രമാണ് വരുന്നത്. സോ നമുക്ക് a ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അടുത്ത നമ്മൾ ചെയ്യുന്നത് ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ആണ്. ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ്. അപ്പോൾ കോഎഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ z മാത്രമേ ഉള്ളൂ. അപ്പോൾ z-ൻ്റെ കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ z-ൻ്റെ കോഎഫിഷ്യൻ്റ് 8 ആണ്. ഇസ് ഈക്വൽ ടു ഇവിടെ a ഇൻറ്റു -z. സോ അവിടുത്തെ കോഎഫിഷ്യൻ്റ് -a ആണ്. പ്ലസ് ഇവിടെ z-ൻ്റെ കോഎഫിഷ്യൻ്റ് b ആണ്.
ക്ലിയർ. അപ്പോൾ ഇവിടെ എ ഓൾറെഡി 1 ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ 8 ഈസ് ഈക്വൽ ടു -1 പ്ലസ് ബി എന്ന് വരും, വിച്ച് ഇംപ്ലൈസ് ബി ഈസ് ഈക്വൽ ടു 8 + 1 9 എന്ന് കിട്ടും. സോ നമ്മളുടെ എഫ് ഓഫ് ഇസഡിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇനി? ദെയർഫോർ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എ ബൈ ഇസഡിന് പകരം 1/z പ്ലസ് ബി ബൈ 1 - z പകരം 9 ഡിവൈഡഡ് ബൈ 1 - z എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി എൻ്റെ റീജിയൻ നോക്കുക, 0 ലെസ് ദാൻ മോഡ് ഇസഡ് ലെസ് ദാൻ 1. ഓക്കെ, ഗിവൺ 0 ലെസ് ദാൻ മോഡ് ഇസഡ് ലെസ് ദാൻ 1. ഇനി നിങ്ങൾ പറ, ഈ 1/z ഞാൻ എന്തെങ്കിലും ചെയ്യണോ? വേണ്ട. നമ്മളുടെ സീരീസിൻ്റെ എക്സ്പാൻഷൻ വരുന്നത് ഇസഡിൻ്റെ ടേംസിൽ തന്നെയാണ്. സോ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 1/z അതുപോലെ എഴുതി പ്ലസ് 9/1 - z ആണ് അല്ലേ? 9/1 - z എനിക്ക് മാറ്റം വരുത്തേണ്ടത്. പക്ഷേ അതിൽ ഒരു പാടുമില്ല. 9 × 1 ഡിവൈഡഡ് ബൈ 1 - z എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/z പ്ലസ് നോക്കിയേ 9 × ഇവിടെ ഓൾറെഡി മോഡ് z ലെസ് ദാൻ 1 ആണ്. കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. മോഡ് z ലെസ് ദാൻ 1 ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് z പ്ലസ് z² പ്ലസ് z³ പ്ലസ് എക്സെട്ര. ക്ലിയർ. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/z പ്ലസ് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 പ്ലസ് 9z പ്ലസ് 9z² പ്ലസ് 9z³ പ്ലസ് എക്സെട്ര. ക്ലിയർ അല്ലേ? നമ്മളുടെ അതേ ആൻസറിലോട്ടാണ് നമുക്ക് എത്താൻ പറ്റും. സോ ഇനി ഒരു 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.